ഹലോ ഓൾ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ദിവസം വൈകുന്നേരം എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നാളെ കർക്കിടക വാവാണ്. അപ്പോൾ അതിന് മുന്നേയുള്ള വീട്ടിലെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് കൺമണീനെ കാണിച്ചത് അവൾ ഒരു റായൊക്കെ ആയിട്ട് ഇങ്ങനെ ഹെയർ ബാൻഡൊക്കെ ആയിട്ട് നടക്കുന്നത് അവളുടെ കൊച്ചുമാവും വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായ ആൾക്ക്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ കുറേ നേരം എന്നെ വീഡിയോയിൽ കാണിക്കുന്നവൻ എൻ്റെ പുറകെ നടക്കണം. അത് എടുത്ത് കാണിച്ചപ്പോഴാണ് ആൾക്ക് സമാധാനമായി തിരിച്ചു പോയത്. അപ്പോൾ വാവിനുള്ള ഒരുക്കങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതൊക്കെയാണ്. വിളക്കൊക്കെ തേച്ച് വെച്ച് കരിക്കൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അവലും മലരും ശർക്കര അതൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി രാത്രിയാണ് നമ്മൾ വീതി വെക്കുക എന്ന് പറയും, ദാഹം വെക്കുക. ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് പറയുന്നത്. ഇവിടെ അങ്ങനെയാണ് പറയുക. അപ്പം മരിച്ചുപോയ പിതൃക്കൾക്ക് നമ്മൾ ഇത് തലേദിവസം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അവർ വന്ന് അത് കഴിക്കും എന്നൊരു സങ്കല്പത്തിൽ അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. സ്കൂളുകളിലൊക്കെ ഓണപ്പരീക്ഷ തുടങ്ങാൻ പോവാണല്ലോ, അത് കാരണം ട്യൂഷൻ ഞാനിന്ന് മാറ്റി വെച്ചില്ല കേട്ടോ. ട്യൂഷൻ ഇത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ന്, എന്നാൽ പോലും ഞാൻ അതൊക്കെ ഒരുവിധം പണികൾ നേരത്തെ തീർത്ത് വെച്ചിട്ട് ട്യൂഷൻ എടുക്കാനായിട്ടിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ട് വേണമല്ലോ സ്കൂളിൽ പോയി പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്യൂഷൻ എടുക്കാനായിട്ടിരുന്നപ്പോഴാണ് ഇത് കൺമണി അടുത്ത ഡ്രസ്സുമായിട്ട് വന്നിട്ട് സെയിം റാ തന്നെ വെച്ച് കാണിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നല്ലതാണോ, എന്നിട്ട് എവിടെയോ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ബാഗൊക്കെ ആയിട്ട് അങ്ങനെ കളിച്ച് നടക്കാം കേട്ടോ അവൾ. അപ്പോൾ ഇങ്ങനെ ട്യൂഷൻ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഒന്ന് ശല്യപ്പെടുത്തിയൊക്കെ പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോയി ടി വിയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വലിയ ചില പിള്ളേരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും അതൊക്കെ വെച്ച് ഇവൾ കുഴപ്പമില്ലല്ലോ എന്ന് ഓർക്കും. അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ, കമ്പനി അങ്ങനെ ശല്യമില്ല. അത് കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോൾ പിന്നെ അമ്മ വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വിളക്കെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ദാഹം വെക്കുന്നത് കേട്ടോ. ദാഹം വെക്കാന്ന് പറഞ്ഞാൽ ഈ അവലും മലരും ശർക്കര ഇങ്ങനെ എടുത്ത് വെക്കില്ലേ, ഇങ്ങനെ നമ്മൾ തൂശനിലേക്ക് വെട്ടിയിട്ടിട്ട് അവലും മലരും ശർക്കരയും നമ്മളിങ്ങനെ അമ്പലത്തിലൊക്കെ പൂജക്കൊക്കെ വെക്കൂലേ, അതേപോലെ വെക്കൂട്ടാ. അമ്മ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം എടുത്ത് കൊടുത്തിട്ട് അമ്മേനെ സഹായിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണേ. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ പിള്ളേരെ വിട്ടിട്ടാണ് ഇതിനൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ചെന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ കർക്കിടക വാവിന് അച്ഛന് വെക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യത്തെ അച്ഛൻ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും വാവായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ആ പ്രാവശ്യം തൊട്ട് വെച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ആ പ്രാവശ്യം വെച്ച് ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അങ്ങനെ വെക്കുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയാണ് അല്ലേ. ഈ നാട്ടിലെ പോലെ അല്ല വേറെ നാട്ടിൽ. എൻ്റെ നാട്ടിൽ ഇങ്ങനെയല്ല, വേറൊരു രീതിയിൽ. അവിടെ ഇങ്ങനെ പായസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം തന്നെ അടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പുഴുങ്ങി വെക്കുന്ന അടയല്ല കേട്ടോ, വറുത്തിട്ട് വെക്കും, അങ്ങനെ അടയാണേ. അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് ദാഹം വെക്കുക. ഇനി നമ്മൾ 3 കരിക്ക് വെക്കും എന്നാണ് പറയണത്. ഇവിടെയൊക്കെ 3 കരിക്കാണ് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് 3 കരിക്കൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതുമൊക്കെ വെക്കാണ് കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണം കണ്ടപ്പോഴത്തേക്കും കൺമണിക്കോ അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് തുളസിയില എടുത്ത് കയ്യിൽ കൊടുത്തിട്ടാണ്. അപ്പോൾ അതും വെച്ചിട്ട് അപ്പോൾ അമ്മ പറഞ്ഞ് എല്ലാവരും ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ട് ടി വിയോ കാണാനായിട്ട് വന്നിരുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദാഹം വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കുകയാണേ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പൂജയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ നിറച്ച് തരില്ലേ, അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ കഴിച്ചൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം എനിക്ക്. പിന്നെ ഞാനും ആ പാത്രത്തിൽ തന്നത് ഞാനും കുറേശ്ശെ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് ടി വിയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഏട്ടനും വിഷ്ണുവൊക്കെ വന്ന് കഴിയണവരെ ഇനി ഞങ്ങൾ ടി വി കാണുന്ന സമയമാണേ. അപ്പോൾ വാവിൻ്റെ തലേദിവസം ഇത്രയാണ് ചടങ്ങുകൾ ചെയ്യുന്നത് സാധാരണ. ഇനി അത് കഴിഞ്ഞിട്ട് നാളെയാണ് കേട്ടോ, വാവിൻ്റെ അന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നാളെ രാവിലെ അമ്പലത്തിൽ പോകും, ബലിയിടും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഈ മരിച്ചവർക്കുള്ള ആഹാരങ്ങൾ മരിച്ചവർക്കുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇലയൊക്കെ ഇട്ട് അത് വീതി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയത്ത് വൈകുന്നേരം ഇന്ന് ഏട്ടന് ഒരിക്കലാണല്ലോ, അപ്പോൾ ഞാൻ ചപ്പാത്തിയും കോളിഫ്ലവർ കറിയാണ് ഉണ്ടാക്കി. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഒരുമിച്ചാക്കി. പിന്നെ ചോറും കറികളും ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. നാളെ എനിക്ക് കുറേ പണിയുള്ളതുകൊണ്ട് ഞാനിന്ന് നേരത്തെ എന്നാൽ കഴിച്ച് കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ബാക്കി എല്ലാ ജോലികളും തീർക്കണം. പിന്നെ രാവിലെ 6 മണിക്കാണ് വിഷ്ണുവിന് ജോലിക്ക് പോകേണ്ടതും. അപ്പോൾ അവനുള്ള ഭക്ഷണമൊക്കെ ആക്കണം. അതുകൊണ്ട് എനിക്ക് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാ അരി ഉഴുന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഡലിക്ക് പിറ്റേ ദിവസം ഇഡലിയും സാമ്പാറും ആക്കാമെന്ന് വെച്ചിട്ടാണ് അരി ഉഴുന്നൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അതെടുത്തത് ഇനി അരക്കാൻ പോവാണേ. ഒരുവിധം ജോലികളൊക്കെ തീർത്തിട്ട് കിടന്നാൽ പിന്നെ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒരു സമാധാനത്തിന് എഴുന്നേറ്റ് വരാം. അല്ലെങ്കിൽ ടെൻഷനായിരിക്കും, അയ്യോ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു വെപ്രാളമൊക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ഇഡലിക്ക് ഒക്കെ അരച്ച് വെച്ചാൽ എനിക്ക് സമാധാനമാണ്. പിന്നെ ഇഡലിയും സാമ്പാറും ഒക്കെ ആക്കാനായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കഷ്ണമൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ. കഷ്ണങ്ങൾ അരിഞ്ഞ് പിന്നെ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വാട്ടി പൊടികളൊക്കെ ഇട്ട് സാമ്പാറാക്കി എടുത്താൽ മതിയല്ലോ.
ഇനി ഇതാ അരച്ചതും എടുത്ത് മൂടി വെച്ചിട്ട് ഇനി ഇതാ അടുക്കളയിൽ എല്ലാം നീറ്റാക്കി ക്ലീനാക്കി കഴിഞ്ഞിട്ട് വാതിലൊക്കെ അടച്ച് ഞാൻ റൂമിലേക്ക് പോകണേ. അപ്പോൾ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ഏട്ടനും കൺമണിയായിട്ട് ഇപ്പോൾ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയും കിടക്കും. ഞാനൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഞാനൊന്ന് ഉറങ്ങുക. അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അവൾക്ക് ഇപ്പോൾ രാത്രിയാണ് ഫുള്ള് കളിയുടെ സമയം കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വാവിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ. ഇനി വാവിൻ്റെ അന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാനൊരു അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ടേ. അപ്പോൾ ആ വീഡിയോ കണ്ടും ഈ വീഡിയോ കണ്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.